ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ഈ വചന വിരുന്ന് ആരംഭിക്കാം. മരണത്തെ കീഴടക്കി തിരുവുത്ഥാന മഹത്വത്തിലേക്ക് പ്രവേശിച്ച് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹായെ, അങ്ങയുടെ ഉത്ഥാന മഹത്വത്തിൽ അങ്ങ് ഞങ്ങളെയും പങ്കുകാരാക്കുന്നുവല്ലോ. അങ്ങയുടെ ഉത്ഥാന മഹത്വത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ പ്രകാശം ഞങ്ങളുടെ മേൽ ചൊരിയുകയും വിശ്വാസ തീക്ഷ്ണതയിൽ വളരുവാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണമേ. പാപത്തെയും പാപ സാഹചര്യങ്ങളെ വെടിഞ്ഞ് നിത്യം അങ്ങയെ പിന്തുടരുവാനും അങ്ങയുടെ എളിയ ദാസരായി അപ്പസ്തോലരായി ഈ ജീവിതം മുഴുവനും മുൻപോട്ട് നീങ്ങുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളോടൊപ്പമായിരുന്നു കൊണ്ട് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കുകയും ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ തിരുവചന ശുശ്രൂഷയിൽ നമ്മൾ തികച്ചും വ്യത്യസ്തമായ ഒരു വിഷയമാണ് ധ്യാനത്തിനെടുക്കുന്നത്. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ്റെ ജീവിതം, അതാണ് നമ്മുടെ ഇന്നത്തെ വിചിന്തന വിഷയം. നമ്മൾ പൗലോസ് ശ്ലീഹ എന്ന് വിളിക്കാറുണ്ട്, പൗലോസ് അപ്പസ്തോലൻ എന്ന് വിളിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുഞ്ഞുനാളിൽ സൺഡേ സ്കൂളിൽ പഠിച്ച കാര്യം എന്താണ്? 12 പേരിൽ ഒരുവനായിരിക്കണം അപ്പസ്തോലനാകണമെങ്കിലല്ലേ? അപ്പോൾ നമ്മൾ ഓരോരുത്തരും പഠിച്ചത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ കാണുന്ന ആ 12 പേരുകൾ, പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, പീലിപ്പോസ്, ബർത്തലോമിയോ, അങ്ങനെ അങ്ങ് പോകുന്നു. ഈ 12 പേരുടെ ഈ പേരുകളിൽ പൗലോസ് ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും വിശുദ്ധ പൗലോസ് ലീഹ ശക്തിയുക്തം വാദിക്കുന്നത് താനും ഒരു അപ്പസ്തോലനാണ് എന്ന്. അപ്പോൾ അതാണ് നമ്മളിന്ന് വിചിന്തന വിഷയമായിട്ടെടുക്കുന്നത്. പൗലോസ് അപ്പസ്തോലനാണോ, അത് വെറുമൊരു സ്ലീഹായാണോ? എന്തുകൊണ്ടാണ് വചനത്തിലുടനീളം, തൻ്റെ ലേഖനങ്ങളിലുടനീളം സ്വയം ഒരു അപ്പസ്തോലനാണ് എന്ന് പൗലോസ് വിശേഷിപ്പിക്കുന്നത്? ഇനി പൗലോസ് ഒരു നല്ല അപ്പസ്തോലനാണ് എങ്കിൽ അത് നമ്മൾക്ക് തെളിയിക്കുവാൻ സാധിക്കുമെങ്കിൽ എന്ത് സന്ദേശമാണ് നമുക്ക് പകർന്നു തരുന്നത്? നമുക്ക് ഏതാനും വചനങ്ങൾ വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ ലേഖനങ്ങളിൽ നിന്നും എടുക്കാം. എപ്രകാരമാണ് താനൊരു അപ്പസ്തോലനാണ് എന്ന് പൗലോസ് വാദിക്കുന്നത് എന്ന് കാണുവാനായിട്ട്. ആദ്യമായി തന്നെ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 1-ാം തിരുവചനം. പൗലോസ് പറയുന്നു, യേശുക്രിസ്തുവിൻ്റെ ദാസനും അപ്പസ്തോലനുമായി ഇരിക്കുവാൻ വിളിക്കപ്പെട്ടവനാണ് താനെന്ന്. നോക്കുക, യാതൊരു മടിയും കൂടാതെ ക്രിസ്തുവിനെ കണ്ടിട്ടില്ലാത്ത, ക്രിസ്തുവിനോടൊപ്പം സഞ്ചരിച്ചിട്ടില്ലാത്ത, അന്ത്യാത്താഴ വേളയിൽ യേശുവിനോടൊപ്പം ഇല്ലാതിരുന്ന, അവിടുത്തെ കുരിശുമരണത്തിൻ്റെ അവസരത്തിൽ ആ പരിസരത്തെങ്ങും ഇല്ലാതിരുന്ന പൗലോസ് റോമ 1:1 പറയുന്നത് എന്താണ്? താനൊരു അപ്പസ്തോലനാണ്, യേശുക്രിസ്തുവിൻ്റെ ദാസനുമാണ് എന്ന്. വീണ്ടും ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 1-ാം തിരുവചനം. ഇതെല്ലാം പൗലോസിൻ്റെ അഭിസംബോധനകളാണ് കേട്ടോ. ഇവിടെയാണ് പൗലോസ് വളരെ സ്ട്രോങ് ആയിട്ട് വാദിക്കുന്നത്, മനുഷ്യരിൽ നിന്നോ മനുഷ്യൻ മുഖേനയോ അല്ല, യേശുക്രിസ്തു മുഖേനയും അവനെ മരിച്ചവരിൽ നിന്നുയർപ്പിച്ച പിതാവ് മുഖേനയും അപ്പസ്തോലനായിരിക്കുന്ന പൗലോസാണ് ഞാൻ. നോക്കുക, എത്രമാത്രം ആത്മവിശ്വാസത്തോടെ, എത്രമാത്രം ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, മനുഷ്യരല്ല എനിക്ക് ഗിഫ്റ്റ് നൽകിയത്, അപ്പസ്തോലനായിരിക്കുക എന്ന ഈ ഒരു ശുശ്രൂഷ പദവിയിലേക്ക് എന്നെ സ്വീകരിച്ചത് മനുഷ്യരാരുമല്ല, പിതാവായ ദൈവവും ആ പിതാവിൻ്റെ പ്രിയസുതനായ യേശുക്രിസ്തുവുമാണ് എന്നെ അപ്പസ്തോലനായിട്ട് നിയോഗിച്ചിരിക്കുന്നതെന്ന് പൗലോസ് ഇവിടെ ശക്തിയുക്തം വാദിക്കുന്നു. അടുത്ത തിരുവചനം 1 കൊറിന്തോസ് 9-ാം അധ്യായം 1-ാം തിരുവചനം. പൗലോസ്ലേ പറയുന്നു, ഞാൻ സ്വതന്ത്രനല്ലേ, ഞാൻ അപ്പസ്തോലനല്ലേ, ഞാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടിട്ടില്ലേ? പൗലോസ്ലേ ഇവിടെ പറയുന്നത് താൻ ക്രിസ്തുവിനെ കണ്ടിട്ടുണ്ട് എന്നാണ്. നമുക്കെല്ലാം അറിയാം, ചരിത്രത്തിൽ അല്ലേ, പൗലോസ് ശ്ലീഹ യേശുവിനെ കണ്ടിട്ടില്ല എന്നുള്ളത് സുവിശേഷത്തിൽ നമുക്ക് വളരെ വ്യക്തമാണ്. പക്ഷെ പൗലോസ് ഇവിടെ വാദിക്കുന്നത്, ആർഗ്യൂ ചെയ്യുന്നത് താൻ യേശുവിനെ കണ്ടിട്ടുണ്ട് എന്നാണ്. അടുത്ത തിരുവചനം 4-ാമത് 1 കൊറിന്തോസ് 15-ാം അധ്യായം 9-ാം തിരുവചനം. ഇവിടെ നമ്മൾ വായിക്കുന്നു, ഞാൻ അപ്പസ്തോലന്മാരിൽ ഏറ്റവും നിസാരനാണ് എന്ന്. ഇത് മാത്രമല്ല, ഇനിയും പൗലോസിൻ്റെ ലേഖനങ്ങളിൽ ഉടനീളം താൻ അപ്പസ്തോലനാണ് എന്ന ഒരു വാദഗതി ശ്ലീഹ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ യേശുവിനെ കണ്ടിട്ടില്ലാത്ത, യേശുവിൻ്റെ കൂടെ സഞ്ചരിച്ചിട്ടില്ലാത്ത, യേശുവിൻ്റെ ഒപ്പം ഭക്ഷണം കഴിച്ചിട്ടില്ലാത്ത പൗലോസ് ശ്ലീഹ എങ്ങനെയാണ് ഈ 12-ൽ ഒരുവനാണ് അല്ലെങ്കിൽ ഒരു അപ്പസ്തോലനാണ് എന്ന് വാദിക്കുന്നത്? പൗലോസ് ശ്ലീഹ ആവർത്തിച്ച് പറയുന്നത് താൻ അപ്പസ്തോലനാണ്. പക്ഷേ ഒരു കാര്യം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, താൻ അപ്പസ്തോലനാണ് എന്ന് പൗലോസ് ശ്ലീഹ വാദിക്കുമ്പോൾ
അത് ആഗ്രഹിച്ച് പറയുമ്പോൾ അതൊരു അധികാരമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രിവിലേജായിട്ട്, ഒരു സ്പെഷ്യൽ ആനുകൂല്യമായിട്ടല്ല പൗലോസിലൂടെ പറയുന്നത്. മറിച്ച് തൻ്റെ ദൗത്യത്തെക്കുറിച്ചാണ് പൗലോസിയുടെ വാചാലനാകുന്നത്. അപ്പോൾ അപ്പസ്തോലനായിരിക്കുക എന്ന് പറയുന്നത് ഒരു അധികാരമോ ഒരു പദവിയോ ഒന്നുമല്ല, മറിച്ച് ഒരു മിഷന് വേണ്ടിയിട്ട്, തൻ്റെ ദൗത്യത്തിന് വേണ്ടിയിട്ട് സ്വയം ഒരുങ്ങുകയാണ്. താൻ സജ്ജനാണ്, താൻ ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ പോലും അയക്കപ്പെട്ടവനാണ് എന്നുള്ള തിരിച്ചറിവാണ് പൗലോസ് സ്ലീഹായ്ക്കുള്ളത്. അതുതന്നെയാണ് തൻ്റെ ലേഖനങ്ങളിലുടനീളം സ്ലീഹ നമ്മോട് പങ്കുവയ്ക്കുന്നത്. നമുക്കൊരു നിമിഷം വിചിന്തനം ചെയ്യാം. ആരാണ് അപ്പസ്തോലൻ? അപ്പസ്തോലൻ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം. ഗ്രീക്കിൽ അപ്പസ്റ്റോളോസ് അല്ലെങ്കിൽ അയക്കപ്പെട്ടവൻ. തിരുവചനത്തിൽ ചിലയിടങ്ങളിൽ 12 പേരിൽ ഒരുവനായിരിക്കുക, അതാണ് അപ്പസ്തോലനായിരിക്കുക എന്നുള്ളതിൻ്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 2-ാം തിരുവചനം, അവിടെ പറയുന്നത് 12 പേരിൽ ഒരുവൻ, 12 പേരിൽ. ഈ 12 പേരെയാണ് അപ്പസ്തോളോസ്, അയക്കപ്പെട്ടവർ, അയക്കുന്നത് എന്ന് നമ്മൾ വായിക്കുന്നു. വീണ്ടും അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 17-ാം തിരുവചനത്തിലും ആരൊക്കെയാണ് അപ്പസ്തോലന്മാർ, ഈ 12 പേരിൽ ഒരാളായിരിക്കുക എന്നുള്ളതാണ് അപ്പസ്തോലനായിരിക്കുക എന്നുള്ളതിൻ്റെ മാനദണ്ഡമെന്ന് നമ്മൾ വായിക്കുന്നു. പക്ഷേ പൗലോസ് സ്ലീഹ തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് എന്താണ് അപ്പസ്തോലനായിരിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ മാനദണ്ഡമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ, അത് നമുക്കൊന്ന് വായിക്കാം. ഈ വചനങ്ങളിലുണ്ട് അപ്പസ്തോലനായിരിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ 12 പേരിൽ ഒരാളായിരിക്കുക എന്നല്ല, മറിച്ച് അതിൽ കവിഞ്ഞ് ചില കാര്യങ്ങളുണ്ട്. വചനം പറയുന്നത് ഇപ്രകാരമാണ്: എൻ്റെ വംശത്തിൽപ്പെട്ട സമപ്രായക്കാരായ അനേകരേക്കാൾ യഹൂദ മതകാര്യങ്ങളിൽ ഞാൻ മുൻപന്തിയിലായിരുന്നു. എൻ്റെ പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങളിൽ അത്യധികം തീക്ഷ്ണമതിയുമായിരുന്നു. എന്നാൽ ഞാൻ മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു. തൻ്റെ കൃപയാൽ അവിടുന്ന് എന്നെ വിളിച്ചു. അത് അവിടുത്തെ പുത്രനെപ്പറ്റി വിജാതീയരുടെ ഇടയിൽ പ്രസംഗിക്കാൻ അവനെ എനിക്ക് വെളിപ്പെടുത്തി തരേണ്ടതിനായിരുന്നു. ഞാൻ ഒരു മനുഷ്യൻ്റെയും ഉപദേശം നേടാൻ നിന്നിട്ടില്ല. ഇതാണ് പൗലോസ് സ്ലീഹ എന്താണ് അപ്പസ്തോലനായിരിക്കുക എന്നുള്ളതിൻ്റെ ഒരു നിർവചനം അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് നൽകുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നത് ഇതൊക്കെയാണ്: അപ്പസ്തോലനായിരിക്കുക എന്നാൽ പാരമ്പര്യങ്ങളിൽ മുൻപന്തിയിലായിരിക്കുക. സഭ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളിലും വളരെ തീക്ഷ്ണതയോടുകൂടി മുൻപന്തിയിൽ നിന്നുകൊണ്ട് ചെയ്യുക. രണ്ടാമത്തത് വിശ്വാസ തീക്ഷ്ണതയാണ്. സഭാകാര്യങ്ങളിൽ മാത്രമല്ല, ഏകസത്യ ദൈവമായ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ, ത്രിത്വൈക ദൈവത്തിലുള്ള വിശ്വാസത്തിൽ താൻ മുൻപന്തിയിലാണെന്നാണ് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് സ്ലീഹ സ്ഥാപിക്കുന്നത്. വീണ്ടും നമ്മൾ കേട്ട വചനത്തെ നമ്മൾ ശ്രദ്ധിച്ചു. പൗലോസ് സ്ലീഹ പറയുന്നു തന്നെ ഈശോ പ്രത്യേകം തിരഞ്ഞെടുത്തതാണെന്ന്. അതും ഒരു അപ്പസ്തോലനായിരിക്കുക എന്നുള്ളതിൻ്റെ ഒരു മാനദണ്ഡമാണ്. ഏറ്റവും അവസാനമായിട്ട് ഈശോ എനിക്ക് സ്വയം വെളിപ്പെടുത്തി, അങ്ങനെ വെളിപ്പെടുത്തി കിട്ടിയവരാണ് അപ്പസ്തോലന്മാർ. ഇനി ഇത് മാത്രമല്ല, 1 കൊറിന്തോസ് 15-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളിൽ അപ്പസ്തോലനായിരിക്കുവാൻ ആവശ്യമായ ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ് സ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വചനം പറയുന്ന ഇപ്രകാരമാണ്: ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3-ാം നാൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. അവൻ കേപ്പായ്ക്കും പിന്നീട് 12 ശിഷ്യന്മാർക്കും പ്രത്യക്ഷനായി. അതിനുശേഷം ഒരുമിച്ച് 500-ലധികം സഹോദരർക്ക് പ്രത്യക്ഷനായി. അവരിൽ ഏതാനും പേർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, മിക്കവരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. പിന്നീട് അവൻ യാക്കോബിനും തുടർന്ന് മറ്റെല്ലാ അപ്പസ്തോലന്മാർക്കും കാണപ്പെട്ടു. ഏറ്റവും ഒടുവിൽ അകാലജാതന് എന്നതുപോലെ എനിക്കും അവിടുന്ന് പ്രത്യക്ഷനായി. ഞാൻ അപ്പസ്തോലന്മാരിൽ ഏറ്റവും നിസ്സാരനാണ്. അപ്പോൾ ഇവിടെ ഈ തിരുവചനത്തിൽ അപ്പസ്തോലനായിരിക്കുക അല്ലെങ്കിൽ ക്രിസ്തുവാൽ അയക്കപ്പെട്ടവനായിരിക്കുക എന്നുള്ളതിൻ്റെ ഒരു മാനദണ്ഡം ഉത്ഥിതനായ യേശുവിനെ കൺകുളിർക്കെ കാണുക എന്നുള്ളതാണ്. നോക്കുക, കേപ്പ, പത്രോസ്, അതുപോലെ യാക്കോബ്, മറ്റ് സ്ലീഹന്മാർ, ഇവരോരോരുത്തരും അയക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അയക്കപ്പെടുന്നതിന് മുൻപ് കർത്താവിൻ്റെ ഉത്ഥാന മഹത്വം അവർ കണ്ണു തുറന്ന് കാണുന്നുണ്ട്. ഉത്ഥിതനായ യേശുവിനെ അവരുടെ ഹൃദയത്തിൽ അവർ സ്വീകരിച്ചിട്ട് ആ ഉത്ഥാനത്തിൻ്റെ മഹത്വം അറിഞ്ഞിട്ടാണ്, ആ ഉത്ഥാനത്തിൻ്റെ പ്രകാശവുമായിട്ടാണ് അവർ വിവിധ ദേശങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നത്. അതാണ് ഒരു വ്യക്തിയെ അപ്പസ്തോലനാക്കി മാറ്റുന്നത്.
പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇതൊക്കെ നമുക്ക് സാധ്യമാകണം. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ വിശ്വാസത്തിൽ തീക്ഷ്ണതയുണ്ടെങ്കിൽ, സഭാകാര്യങ്ങളിൽ വലിയ താല്പര്യമുണ്ടെങ്കിൽ, ദൈവിക വെളിപാടുകൾ നമ്മുടെ പ്രാർത്ഥനയിലൂടെ ഈശോ ഇന്നും നമുക്ക് വെളിപ്പെടുത്തി നൽകുന്നുണ്ടെങ്കിൽ, ഈശോ എന്നെയും നിങ്ങളെയും ഒക്കെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തു എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ, ഇനി ഏറ്റവും പ്രധാനമായിട്ട് ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നുവെങ്കിൽ, ഉത്ഥിതനായ ഈശോയെ അനുദിനം വിശുദ്ധ ബലിയിലും തിരുവചനത്തിലും എനിക്ക് ദർശിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, മറക്കരുത്, ഞാനും നിങ്ങളുമൊക്കെ അപ്പസ്തോലന്മാരാണ്, ഈശോയാൽ അയക്കപ്പെട്ട വ്യക്തികളാണ്. പൗലോസ്ലീഹ പറയുന്ന ഈ ഒരു കാര്യം നമുക്ക് കൂടുതൽ വിചിന്തനത്തിന് വേണ്ടി എടുക്കാം. ഈ സ്ലീഹ പറയുന്നു, ഞാൻ ഉത്ഥിതനെ ദർശിച്ചവനാണെന്ന്. വചനം പറയുന്നുണ്ട്, 1 കൊരിന്തോസ് 9 നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഞാൻ സ്വതന്ത്രനല്ലേ, ഞാൻ അപ്പസ്തോലനല്ലേ, ഞാൻ നമ്മുടെ കർത്താവായ യേശുവിനെ കണ്ടിട്ടില്ലേ എന്ന്. അപ്പോൾ പൗലോസ്ലീഹ പറയുന്നത് താൻ ക്രിസ്തുവിനെ കണ്ടിട്ടുണ്ട്, ഈശോയെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. അത് വചനത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ വായിക്കുകയും ചെയ്യുന്നു. അപ്പസ്തോല പ്രവർത്തനം 9 അധ്യായത്തിൻ്റെ 3 തിരുവചനത്തിൽ അല്ലേ, ദമാസ്കസിലേക്ക് പോകുന്ന മധ്യേ പൗലോസ്ലീഹായുടെ മേൽ ഒരു മിന്നലൊളി പ്രകാശിക്കുന്നു. അത് ഉത്ഥിതനായ യേശുവാണ്. ഉത്ഥിതനായ യേശുവിൻ്റെ ആ ഉത്ഥാന മഹത്വം പ്രകാശരൂപത്തിൽ പൗലോസ്ലീഹായുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അവൻ മാനസാന്തരത്തിൻ്റെ കൃപയാൽ നിറയുന്നു. ഒടുവിൽ അവന് വിശ്വാസ തീക്ഷ്ണതയാൽ നിറഞ്ഞ് മറ്റൊരു അപ്പസ്തോലനായിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായും പൗലോസ്ലീഹ യേശുവിനെ ദർശിച്ചിട്ടുണ്ട്. ഉത്ഥിതനായ ക്രിസ്തുവിനെ അവൻ കൺകുളിർക്കെ കാണുകയും ആ ഉത്ഥാന മഹത്വത്തിൻ്റെ ആ പ്രകാശം ഹൃദയത്തിൽ പേറിക്കൊണ്ടാണ് അവൻ ലോകത്തിൻ്റെ വിവിധ നാടുകളിലേക്ക് യാത്ര തുടങ്ങുന്നത്. അപ്പോൾ അപ്പസ്തോലനായിരിക്കുക എന്ന് പറയുമ്പോൾ ഉത്ഥിതനെ കണ്ടിട്ട് വിശ്വാസ തീക്ഷ്ണതയാൽ നിറഞ്ഞിട്ട് വചനം പ്രഘോഷിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നവൻ, അതാണ് അതിൻ്റെ അർത്ഥം. സുവിശേഷത്തിൽ ഈ 12 പേരിൽ പെടാത്ത, ഇനി പൗലോസും അല്ലാത്ത മറ്റൊരു അപ്പസ്തോലൻ അല്ലെങ്കിൽ അപ്പസ്തോല കൂടിയുണ്ട്. ആ സഹോദരി, അവൾ ഈ 12 പേരിൽ ഒരുവളല്ല. പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ ആ ലിസ്റ്റിൽ പെടുന്നവളല്ല. പക്ഷേ അവൾ ഉത്ഥിതനെ കണ്ണു തുറന്ന് കാണുന്നുണ്ട്. ഉത്ഥാന രഹസ്യം ആദ്യമായിട്ട് അറിഞ്ഞവളും അവൾ തന്നെയാണ്. അവളുടെ പേരാണ് മഗ്ദലന മറിയം അല്ലേ. അപ്പസ്തോലന്മാരുടെ അപ്പസ്തോല എന്നാണ് തിരുസഭ ഇന്ന് അവളെ വിളിക്കുന്നത്. നോക്കുക, അവളും ഔദ്യോഗികമായിട്ട് അപ്പസ്തോലന്മാരുടെ ഗണത്തിൽ പെടുന്നവളല്ല. പക്ഷേ ഉത്ഥിതനായ യേശുവിനെ അവൾ കണ്ടുറന്ന് കാണുന്നു. അവൾ വിശ്വാസ തീക്ഷ്ണതയാൽ ജ്വലിക്കുന്നു. അവളൊരു മിഷണറി ആയിട്ട് മാറുന്നു. അപ്പസ്തോലന്മാരുടെ അടുത്തേക്ക് അവൾ കടന്നു ചെന്നിട്ട് പറയുന്നു, ക്രിസ്തു ഉത്ഥാനം ചെയ്തു, ഞാനവനെ കണ്ടുവെന്ന്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ പൗലോസിനുണ്ടായ ഇതേ അനുഭവം, വിശുദ്ധ മഗ്ദലന മറിയത്തിനുണ്ടായ ഇതേ ഉത്ഥാനം ചെയ്യപ്പെട്ട ഈശോയുടെ ദർശനത്തിൻ്റെ അനുഭവം നമുക്ക് ഓരോരുത്തർക്കും അനുഭവവേദ്യമാകണം. എങ്ങനെയാണെന്നറിയാമോ? അനുദിനമുള്ള വിശുദ്ധ ബലിയർപ്പണത്തിലൂടെ. ബലിയർപ്പണത്തിൽ നമ്മൾ സജീവമായി പങ്കെടുക്കുകയും ഉത്ഥാനം ചെയ്ത യേശുവിൻ്റെ ആ മഹത്വീകരിക്കപ്പെട്ട ശരീരം വിശുദ്ധ കുർബാനയായി ദിവ്യകാരുണ്യമായി നമ്മൾ കാണുകയും ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ നമ്മൾ സംഭവിക്കേണ്ടത് ഒരു വിശ്വാസത്തിലുള്ള വളർച്ചയാണ്. ബലിയർപ്പണം കൂടാതെ, ബലിയർപ്പണത്തിൽ നിന്നും പൂർണ്ണമായി മാറി നിന്നുകൊണ്ട് ഉത്ഥിതനായ യേശുവിനെ കൺകുളിർക്ക് കാണാതെ ഒരു വ്യക്തിക്കും വിശ്വാസ തീക്ഷ്ണതയാൽ നിറയുവാൻ സാധിക്കുകയില്ല. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെയൊക്കെ കോവിഡ് മഹാമാരിയുടെ കാലഘട്ടം. ഓർക്കുന്നുണ്ടല്ലോ, അന്നൊക്കെ ഓൺലൈൻ കുർബാന മാത്രമേ ഉള്ളൂ. ഇനി ചിലരാകട്ടെ ഓൺലൈൻ കുർബാനയ്ക്ക് പോലും അവധി പ്രഖ്യാപിച്ച് ഇനി കുറച്ചാൾ കഴിയട്ടെ, കോവിഡൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു വരാമെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നു. അവിടെ സംഭവിച്ചത് എന്താണ്? ബലിയർപ്പണത്തിൽ നിന്നും മാറി നിന്നപ്പോൾ, വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ കഴിയാതെ പോയപ്പോൾ എല്ലാ ക്രൈസ്തവർക്കും, എല്ലാ കത്തോലിക്കർക്കും വിശ്വാസ തീക്ഷ്ണതയിൽ ഒരല്പം കുറവ് വന്നു. അതിന്നും സഭയെ വിടാതെ അസ്വസ്ഥമാക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ബലിയർപ്പണമില്ലാതെ, ആ ബലിയർപ്പണത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന ഉത്ഥിതനായ യേശുവിൻ്റെ ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള ബോഡി, മഹത്വീകരിക്കപ്പെട്ട ശരീരം, ആ ശരീരം സ്വീകരിക്കാതെ ഒരിക്കലും നമുക്ക് അപ്പസ്തോലനാകുവാൻ സാധിക്കുകയില്ല, മിഷണറി ആകുവാനായിട്ട് സാധിക്കുകയില്ല, വിശ്വാസ തീക്ഷ്ണതയാൽ നിറയുവാൻ നമുക്ക് സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് പൗലോസ്ലീഹായെപ്പോലെ മറ്റൊരു അപ്പസ്തോലൻ അല്ലെങ്കിൽ അപ്പസ്തോല ആയിത്തീരുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ,
ഇടവിടാതെ ബലിയർപ്പണത്തിൽ പങ്കെടുക്കുക. ഞായറാഴ്ച കുർബാനയ്ക്ക് മാത്രമല്ല, അനുദിനം ഇടദിവസങ്ങളിൽ പോലും കുർബാനയിൽ പങ്കെടുക്കുകയും കുമ്പസാരിച്ച് വലിയ ഒരുക്കത്തോടും ആഴമേറിയ ബോധ്യത്തോടും വിശ്വാസത്തോടും കൂടെ ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ പൗലോസിലേക്ക് സംഭവിച്ചതുപോലെ തന്നെ ഒരു വലിയ മിന്നലൊളി, ഒരു പ്രകാശരശ്മി നമ്മുടെ ഹൃദയത്തിലേക്കും കടന്നു വരും. ആ ഉത്ഥിതനായ ക്രിസ്തുവിൻ്റെ പ്രകാശം നമ്മെ അനുദിനം വഴി നടത്തുകയും ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അപ്പസ്തോലനായ പൗലോസ് നമ്മെ പഠിപ്പിക്കുന്ന എന്താണ്? ഉത്ഥിതനെ ദർശിക്കുക. ഉത്ഥിതനായ യേശുവിനെ ദർശിച്ച് വിശ്വാസ തീക്ഷ്ണതയിൽ വളരുവാനായിട്ട് പരിശ്രമിക്കുക. രണ്ടാമതായി, അപ്പസ്തോലൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പക്ഷെ ഒരിക്കൽ കൂടി നമ്മളത് വിചിന്തന വിഷയമാക്കുകയാണ്. അപ്പസ്റ്റോളോസ് അല്ലെങ്കിൽ അയക്കപ്പെട്ടവൻ. ഇവിടെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അയക്കപ്പെടുക, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ അയക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ അയക്കുന്ന വ്യക്തിയാണ് ഒരു പ്രവർത്തനത്തിന് മുൻകൈ എടുക്കുന്നത്, അല്ലേ? അയക്കുന്ന വ്യക്തിയാണ് മുൻകൈ എടുക്കുന്നത്. അയക്കപ്പെടുന്ന വ്യക്തി ഈ മുൻകൈ എടുക്കുന്ന വ്യക്തിയുടെ പദ്ധതിയോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. എളിമയോടുകൂടി ആ മിഷൻ സ്വന്തമായിട്ട് സ്വീകരിച്ച് പോവുകയും ചെയ്തു, ഒരു മിഷണറി ആയിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ അയക്കുന്ന വ്യക്തി മുൻകൈ എടുക്കുന്നു, അയക്കപ്പെടുന്ന വ്യക്തി ആ പദ്ധതിയോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. ഈ രണ്ട് വ്യക്തികളുടെ ഇടയിൽ, അയക്കുന്ന വ്യക്തിക്കും അയക്കപ്പെടുന്ന വ്യക്തികൾക്കും ഇടയിൽ പ്രവർത്തിക്കുന്നത് ഒരു വലിയ ശക്തിയാണ്, ഒരാത്മീയമായ ശക്തിയാണ്. പൗലോസ് അപ്പസ്തോലൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ക്രിസ്തുവാണ് അവനെ അയച്ചത്, അതിൽ യാതൊരു സംശയവുമില്ല. ക്രിസ്തുവാണ് പൗലോസിനെ അയക്കുവാൻ, ഏതൊരു സ്ലീഹന്മാരെയും അയക്കുവാനായിട്ട് മുൻകൈ എടുക്കുന്നത്. പൗലോസ് അയക്കപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ പ്രവർത്തിക്കുന്ന ശക്തി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അപ്പോൾ പൗലോസ് അയക്കപ്പെടുമ്പോൾ അവൻ ആത്മാവാൽ പൂരിതനായിട്ടാണ് അയക്കപ്പെടുന്നത്. അവൻ്റെ ചാലകശക്തി എന്ന് പറയുന്നത്, അവൻ്റെ എനർജി അല്ലെങ്കിൽ ഊർജം എന്ന് പറയുന്നത് എന്താണ്? പരിശുദ്ധാത്മാവ്. ആത്മാവില്ലെങ്കിൽ പൗലോസ് അപ്പസ്തോലനില്ല. പൗലോസ് അപ്പസ്തോലനെ ഒരു ശരിക്കും അപ്പസ്റ്റോളോസാക്കി മാറ്റിയത്, അയക്കപ്പെട്ടവനാക്കി മാറ്റിയത് അവനിൽ കുടികൊള്ളുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിനാൽ അയക്കപ്പെട്ടവരാണോ? പൗലോസ് അപ്പസ്തോലൻ്റെ ലേഖനത്തിൽ 2 കൊരിന്തോസ് 3-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നത് പോലെ ക്രിസ്തുവിൻ്റെ ലിഖിതമാണ് നമ്മൾ. പൗലോസ് പറയുന്നതാണ്, യു ആർ ദ ലെറ്റർ ഓഫ് ക്രൈസ്റ്റ്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ലിഖിതമാണ്, നമ്മൾ ക്രിസ്തുവിനാൽ അയക്കപ്പെട്ടവരാണ്. പൗലോസ് വീണ്ടും പറയുന്നുണ്ട്, യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലനാണ് ഞാനെന്ന്. 1 കൊരിന്തോസ് 1:1 2 കൊരിന്തോസ് 1:1 ഒക്കെ നമ്മൾ വായിക്കുന്നു, ഞാൻ ക്രിസ്തുവിനാൽ അയക്കപ്പെട്ടവനാണ്. മറ്റൊരു പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ കത്താണ് ഞാൻ, ക്രിസ്തുവിൻ്റെ ലിഖിതമാണ് ഞാൻ. അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി, പ്രിയ സഹോദരി സഹോദരന്മാരെ, അത് പരിശുദ്ധാത്മാവായിരിക്കണം, അത് ക്രിസ്തുവായിരിക്കണം. ക്രിസ്തു, പരിശുദ്ധാത്മാവ്, ത്രിത്വൈക ദൈവത്തിൻ്റെ ശക്തിയാൽ നിറയാതെ ആരും ഇന്നത്തെ യുഗത്തിൽ ഒരു അപ്പസ്തോലനായിട്ട് മാറുന്നില്ല. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ന് വളർന്നു വരുന്ന യുവതലമുറ, നമ്മുടെ ഭാരത മണ്ണിൽ വളർന്നു വരുന്ന യുവതലമുറ എന്തെന്നില്ലാത്ത രീതിയിൽ മദ്യപാനത്തിൻ്റെയും അതിലുപരി മയക്കുമരുന്നിൻ്റെയും അടിമത്തത്തിലേക്ക് പോകുന്നു. അവരെ നിയന്ത്രിക്കുന്ന ശക്തി എന്ന് പറയുന്നത് ഇത്തരം മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മാഫിയകളും ഇത്തരത്തിലുള്ള ഊർജ്ജങ്ങളുമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ദൈവവിളികൾ കുറഞ്ഞു വരുന്നു, അർത്ഥസമ്പുഷ്ടമായ കുടുംബ ജീവിതങ്ങളില്ലാതെ പോകുന്നു, നമ്മുടെ മക്കൾ നരകിച്ച് ഇല്ലാതെ വരികയും ചെയ്യുന്നു. ഇന്ന് നമ്മുടെ സൺഡേ സ്കൂളുകളിലും നമ്മുടെ മതബോധന ക്ലാസ്സുകൾ, നമ്മുടെ ഭവനങ്ങളിലുമൊക്കെ കുഞ്ഞുമക്കളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യം ഇതാണ്. മകനെ, മകളെ, നിൻ്റെ പിന്നിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ശക്തി എന്ന് പറയുന്നത് അത് പരിശുദ്ധാത്മാ ശക്തിയായിരിക്കും. കാരണം നീ അയക്കപ്പെട്ടവനാണ്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ലിഖിതമാണ് നീ. എവിടെയൊക്കെ നീ പോകുന്നോ, എവിടെയെല്ലാം നിൻ്റെ സാന്നിധ്യമുണ്ടോ, അവിടെയുള്ള വ്യക്തികൾക്ക് നിന്നിലൂടെ ക്രിസ്തുവിനെയും പരിശുദ്ധ അരൂപിയെയും അനുഭവിച്ചറിയുവാനായിട്ടുള്ള യോഗ്യതയുണ്ടാകണം. അതുകൊണ്ട് നമ്മുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി എന്താണ് നമ്മളെപ്പോഴും ചിന്തിക്കണം. നമ്മുടെ ഉള്ളിലെ ഊർജം അത് തിന്മയുടെ ശക്തിയാണോ അതോ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണോ? പൗലോസ് അപ്പസ്തോലനെ മാതൃകയാക്കി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നന്മയായിരിക്കും നമ്മൾ പ്രവർത്തിക്കേണ്ടത്. കാരണം നമ്മൾ ക്രിസ്തുവിനാൽ അയക്കപ്പെട്ടവരാണ്. ഇനി മൂന്നാമതായിട്ട്, പൗലോസ് ശ്ലീഹായെ അപ്പസ്തോലനാക്കി മാറ്റിയത് അവൻ്റെ കഠിനാധ്വാനമാണ്. ഭയങ്കര അധ്വാനിയായിരുന്നു പൗലോസ് അപ്പസ്തോലൻ. നമ്മൾ
കൊറിന്തോസാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, കർത്താവിന് വേണ്ടിയുള്ള എൻ്റെ അധ്വാനത്തിൻ്റെ ഫലമല്ലേ നിങ്ങൾ. 1 കൊറിന്തോസ് 9 അധ്യായം 1 തിരുവചനം. അതുപോലെ തന്നെ 1 കൊറിന്തോസ് 3 അധ്യായം 8 9 തിരുവചനങ്ങൾ നമ്മൾ വായിക്കുന്നു. നടുന്നവനും നനയ്ക്കുന്നവനും തുല്യരാണ്, ജോലിക്ക് തക്ക കൂലി ഓരോരുത്തർക്കും ലഭിക്കും. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്, നിങ്ങളാകട്ടെ ദൈവത്തിൻ്റെ വയലും വീടുമെന്ന്. പൗലോസ്ലീഹായെപ്പോലെ കഠിനാധ്വാനം ചെയ്ത മറ്റൊരു മിഷണറി ഇന്ന് സഭയിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം നമുക്ക് പറയാൻ സാധിക്കും. സ്ലീഹന്മാരെക്കാളും അപ്പോസ്തലന്മാർ മറ്റേത് ക്രിസ്തു ശിഷ്യരെക്കാളും ഏറ്റവും കൂടുതൽ തീക്ഷ്ണതയുണ്ടായിരുന്നതും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും കഠിനാധ്വാനം ചെയ്ത് മിഷണറി യാത്രകൾ നടത്തി, നിരവധി പര്യടനങ്ങൾ നടത്തി, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പോയിട്ട് ക്രിസ്തുവിനെ പങ്കുവച്ച പൗലോസ്ലീഹ ഒരിക്കലും മടുക്കാത്ത, ഒരിക്കലും ക്ഷീണിക്കാത്ത, ഒരിക്കലും തളരാത്ത ഒരു മിഷണറിയായിരുന്നു. പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിലുടനീളം താൻ എത്രയോ തവണ മർദ്ദനമേറ്റിട്ടുണ്ട്, എത്രയോ തവണ കപ്പൽ അപകടം തനിക്ക് സംഭവിച്ചിട്ടുണ്ടെന്നിങ്ങനെ ഒരു ലിസ്റ്റൊക്കെ പൗലോസ്ലീഹ പങ്കുവയ്ക്കാറുണ്ട്. ഇതിലൂടെയൊക്കെ കാണുന്നത് കഠിനാധ്വാനം ചെയ്യുന്നവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. ഇന്ന് പലപ്പോഴും നമ്മൾ കുറുക്ക് വഴികളിലൂടെയും ചെയ്യരുതാത്ത പ്രവൃത്തികളൊക്കെ ചെയ്തിട്ടാണ് ധനസമ്പാദനം നടത്തുന്നത്. കഠിനാധ്വാനം ചെയ്യുവാനായിട്ട് കുടുംബത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, നമ്മുടെ പൊതുസമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യുവാൻ, കഠിനാധ്വാനം ചെയ്യുവാൻ നമ്മളിൽ എത്ര പേര് സജ്ജരാണ്, എത്ര പേര് അതിനു വേണ്ടി താല്പര്യം കാണിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇന്ന് കഠിനാധ്വാനം ചെയ്യുന്നവരെ നമ്മൾ പരിഹസിക്കുകയും അവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെയൊക്കെ മാതാപിതാക്കളുടെ കഠിനാധ്വാനം എന്ന് പറയുന്നത്. ചോര ചിന്തി വേർപ്പുഴക്കി കഠിനാധ്വാനം ചെയ്ത് നമ്മുടെ മാതാപിതാക്കളെ പലപ്പോഴും നമ്മൾ വിമർശിക്കാറുണ്ട്, അവരെ നമ്മൾ തള്ളിപ്പറയാറുണ്ട്. അവരുടെ കഠിനാധ്വാനത്തെ നമ്മൾ ഒരിക്കലും വില കൽപ്പിക്കാറുമില്ല. പ്രിയ സഹോദരി സഹോദരന്മാർ, നമ്മൾ ഓർക്കണം, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് ക്രിസ്തു അയച്ച ലിഖിതങ്ങളാണ് നമ്മുടെ മാതാപിതാക്കൾ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്കൊക്കെ ഈശോ അയക്കുന്ന അപ്പസ്തോലന്മാരാണ് ആര്? നമ്മുടെ പ്രിയപ്പെട്ട അപ്പച്ചനും നമ്മുടെ അമ്മച്ചിയും ഒക്കെ. പക്ഷേ ആ ഒരു യാഥാർത്ഥ്യത്തെ മറന്ന് അവരുടെ കഠിനാധ്വാനത്തെ തള്ളിപ്പറഞ്ഞ് ജീവിക്കുന്നതിൽ ഇന്ന് നമ്മൾ വലിയ സന്തുഷ്ടരായിട്ട് അങ്ങനെ ജീവിച്ചു പോവുകയാണ്. മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞ്, അപ്പസ്തോലന്മാരെ തള്ളിപ്പറഞ്ഞ്, ക്രിസ്തു നമുക്കയച്ച ലിഖിതങ്ങളെ വേണ്ട എന്ന് നമ്മൾ വയ്ക്കുമ്പോൾ ഓർക്കുക, അതൊരു വലിയ പാപമാണ്. അത്തരം പാപങ്ങളിൽ വ്യാപരിക്കാതെ നല്ല അപ്പസ്തോലന്മാരായിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന, വിശ്വാസ തീക്ഷ്ണതയിൽ വളരുന്ന, ഉത്ഥിതനായ യേശുവിനെ അനുദിനം വിശുദ്ധ കുർബാനയിൽ ദർശിക്കുന്ന നല്ല ക്രിസ്ത്യാനികളായി, നല്ല വിശ്വാസികളായി വളരാൻ നമുക്ക് പരിശ്രമിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ മാതാവേ, പൗലോസ് അപ്പോസ്തലനുണ്ടായ ആ വിശ്വാസ തീക്ഷ്ണതയാൽ ഞങ്ങൾ ഓരോരുത്തരും ജ്വലിക്കുവാൻ ഇടവരുത്തട്ടെ. ഒരിക്കലും കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തികളെ തള്ളിപ്പറയാതിരിക്കേണ്ടതിന്, വിശ്വാസത്തിൽ വളരേണ്ടതിന് ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ. വിശുദ്ധ പൗലോസ്ലീഹായെ സ്വർഗത്തിലായിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് നിരന്തരം മധ്യസ്ഥം യാചിക്കുകയും ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.